ഹായ് ഫ്രണ്ട്സ്, അഡീനിയം ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെ അഡീനിയം റീപോർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. കുറച്ചുപേർ കമൻറ്റിൽ ചോദിച്ചിരുന്നു അഡീനിയം റീപോർട്ട് ചെയ്യുമ്പോൾ കോഡെക്സ് ഞെങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയുന്നതാണ്. അഡീനിയത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ് റീപോർട്ടിംഗ്. അഡീനിയത്തിൻ്റെ കോഡെക്സ് വലുതാക്കിയെടുക്കാൻ റീപോർട്ടിംഗ് അനിവാര്യമാണ്. അപ്പോൾ അഡീനിയം എങ്ങനെ നല്ല രീതിയിൽ റീപോർട്ടിംഗ് ചെയ്യാം എന്നത് നമുക്ക് നോക്കാം. റീപോർട്ട് ചെയ്യാൻ എടുത്തു വെച്ച അഡീനിയം ഇതുപോലെ ചരിച്ചു വെച്ച് കൈക്കൊന്ന് തട്ടി മണ്ണ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ചട്ടി ഇതുപോലെ നൂത്ത് വെച്ച് പതുക്കെ അഡീനിയത്തിൻ്റെ വേരൊന്നും പൊട്ടാതെ പതുക്കെ എടുക്കണം. ഇതുപോലെ 2 അഡീനിയം കൂടി ഇപ്പോൾ റീപോർട്ടിംഗ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. മൂന്ന് അഡീനിയവും ചട്ടിയിൽ നിന്നും എടുത്തു കഴിഞ്ഞു. ചട്ടിയിൽ നിന്നും എടുത്ത അഡീനിയം ഇതുപോലെ നേരിട്ട് റീപോർട്ടിംഗ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ചെറിയ വേരുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കോഡെക്സ് അഴുകാൻ സാധ്യതയുണ്ട്. ഈ 3 അഡീനിയം നല്ലവണ്ണം കഴുകിയെടുക്കാം. ഇതുപോലെ ഓസിന് നല്ല വൃത്തിയായി മണ്ണെല്ലാം പോകത്തക്ക രീതിയിൽ കഴുകിയെടുക്കണം. അങ്ങനെ 3 അഡീനിയവും കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു വലിയ ബക്കറ്റ് എടുത്ത് അതിൽ 5 ലിറ്റർ വെള്ളം എടുക്കണം. അതിനുശേഷം എടുത്തിരിക്കുന്നത് സാഫാണ്. ഇത് ഒരു ഫംഗിസൈഡാണ്. ഇതുപോലെ ഒരു വലിയ സ്പൂൺ ഫംഗിസൈഡ് ഈ വെള്ളത്തിൽ കലക്കണം. നല്ലതുപോലെ കലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അഡീനിയം എടുത്ത് മുക്കി വയ്ക്കണം. കോഡെക്സ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ 30 മിനിറ്റ് വയ്ക്കുക. അങ്ങനെ 3 അഡീനിയവും നമ്മൾ 30 മിനിറ്റ് സാഫിൽ മുക്കി വെച്ചിട്ടുണ്ട്. 30 മിനിറ്റിന് ശേഷം സാഫിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പുതിയ ബ്ലേഡ് എടുത്ത് കോഡെക്സിൻ്റെ മുകൾ ഭാഗത്തുള്ള എല്ലാ വേരുകളും ചെറിയ വേരുകളെല്ലാം മുറിച്ച് മാറ്റണം. ഇതുപോലെ എല്ലാ അഡീനിയവും വേര് മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സാഫ് എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് വേര് മുറിച്ച എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കണം. തൊലി പോയ ഭാഗത്തെല്ലാം സാവ് പുരട്ടി കൊടുക്കണം. അങ്ങനെ എല്ലാ അഡീനിയവും സാവ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 ദിവസം ഇത് ഉണങ്ങാനായിട്ട് തലകീഴായി കെട്ടിത്തൂക്കി ഇടാം. ഇത് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഇതുപോലെ കെട്ടിത്തൂക്കി ഇടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇത് 2 ദിവസം കഴിഞ്ഞ് റീപോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട്. മഴയാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഇനി ഇത് അഴിച്ചെടുത്ത് റീപോർട്ട് ചെയ്യാം. അതിനായി ഇതുപോലെ നല്ല ഹോളുള്ള ഒരു പോട്ട് എടുക്കാം. ഈ പോട്ട് നല്ല താഴ്ചയുള്ള പോട്ടായതുകൊണ്ട് അഡീനിയത്തിന് ഒരുപാട് പോട്ടി മിക്സിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതുപോലെ 3 ചിരട്ട ഇതുപോലെ കമത്തി വയ്ക്കണം. ഇതുകൊണ്ടുള്ള ഗുണം ചട്ടിക്ക് ഭാരം കുറവായിരിക്കും. കോഡെക്സ് പരന്നു വരാനും സഹായിക്കും. അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ വേര് ഹോളിൽ കൂടി ഇറങ്ങി ഹോൾ അടയാതിരിക്കും. ഇനി കുറച്ച് ചരൾ കൂടി സൈഡുകളിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ പോട്ടി മിക്സ് എടുക്കാം. അതിനായി 2 കപ്പ് എംസാൻഡും 2 കപ്പ് സോയിൽ 2 കപ്പ് ആട്ടം കാഷ്ടം പൊടിച്ചതുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മറ്റു വളങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി ഈ പോട്ടി മിക്സ് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയുടെ പകുതി ഭാഗം പോട്ടി മിക്സ് ഇടണം. ഇനി ഇതിലേക്ക് ചെടിയെടുത്ത് വെച്ച് നോക്കാം.
കോഡെക്സ് താന്നാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കാം. ഇനി ഇതെടുത്ത് വെച്ച് കുറച്ചുകൂടി മണ്ണിട്ട് ഫില്ല് ചെയ്യാം. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോഡെക്സ് ഇതുപോലെ പൊങ്ങി നിൽക്കണം. നമ്മൾ ആദ്യം നിന്നതിനേക്കാളും കോഡെക്സ് കുറച്ചുകൂടി പൊങ്ങി നിൽക്കണം. അങ്ങനെ ഒരെണ്ണം പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു സിമൻറ്റ് ചട്ടിയാണ്. ഇതിൽ ഒരു ഹോളാണ് ഉള്ളത്. ഇതൊരു പരന്ന ചട്ടിയാണ്. ഈ ചട്ടിയിൽ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതിൽ ചിരട്ട വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് കല്ലും ചരളും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. ചട്ടിയുടെ പകുതി ഭാഗം പോട്ട് മിക്സ് ഇട്ടാൽ മതി. ഇനി ചെടിയെടുത്ത് വെച്ച് കൊടുത്ത് ബാക്കി പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ അടീനിയങ്ങളും പോട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരത്തെ അടീനിയം മുക്കി വെച്ചിരുന്ന സാഹു വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും സാഹു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടിയുടെ ഹോളിൽ കൂടി വെള്ളം പുറത്ത് വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി 15 ദിവസം വരെയും ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇത് ഷെയ്ഡുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. രാവിലെ 12 മണി വരെയെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം വയ്ക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ കോഡെക്സ് ഞെങ്ങലുണ്ടാവും. ആവശ്യമില്ലാതെ വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ് കോഡെക്സ് ഞെങ്ങലുണ്ടാവുന്നത്. ഒട്ടും വെയിൽ കിട്ടാത്ത സ്ഥലത്താണ് ഇത് വയ്ക്കുന്നതെങ്കിലും വെള്ളത്തിൻ്റെ ഈർപ്പം നിന്ന് കോഡെക്സ് ചീഞ്ഞു പോകും. 15 ദിവസത്തിന് ശേഷം ഇതിൽ ഈർപ്പം ഒട്ടും ഇല്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മറ്റ് വളങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലുപൊടിയോ മറ്റ് വളങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മൂട് പിടിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഹോളിൽ കൂടി വെള്ളം പുറത്ത് വരുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതെല്ലാം ഞാൻ റീപോർട്ട് ചെയ്ത അടീനിയങ്ങളാണ്. ഇത് ഞാൻ 1.5 വർഷം മുമ്പ് കമ്പ് മുറിച്ച് നട്ട അടീനിയാണ്. എല്ലാവരും കാഡെക്സ് വരില്ല എന്നാണ് പറയുന്നത് കമ്പ് മുറിച്ച് നട്ടാൽ. ഇതിനിതാ നല്ല കാഡെക്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കമ്പ് മുറിച്ച് നട്ട അടീനിയമാണ്. ഈ അടീനിയമെല്ലാം ഇത്രയും ഭാഗം മണ്ണിൻ്റെ അടിയിലിരുന്ന ഭാഗങ്ങളാണ് ഈ കോഡെക്സ്. ഇത് ഞാൻ റീപോർട്ട് ചെയ്തപ്പോൾ മുകളിൽ വെച്ച് നട്ടതാണ്. എൻ്റെ ഒരു അടീനിയത്തിൽ പുഴു കയറി കുറേ ഭാഗം നശിച്ചു പോയി കോഡെക്സ്. അതാ ഈ അടീനിയാണ്. ഇത് ഞാൻ മൊത്തം ചെത്തി റെഡിയാക്കി സാഫ് തേച്ച് ഉണക്കി നട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടീനിയം റീപോർട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.